കേരള സ്റ്റോറി ഞാൻ കണ്ട്, നിങ്ങളും കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഞാൻ കാണാൻ താമസിച്ചു. പണ്ട് വിവാദത്തോടെ തിയേറ്ററിൽ വന്നപ്പോഴും ഞാൻ കണ്ടില്ല. അതിനുശേഷം ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന OTT പ്ലാറ്റ്ഫോമിൽ വന്ന് കിടന്നപ്പോഴും ഞാൻ കണ്ടില്ല. ഇപ്പം ദൂരദർശനിൽ വന്നപ്പോഴത്തേക്കും ആ പലവന്മാർക്ക് സഹിക്കാൻ പറ്റില്ല, ഭയങ്കര ചർച്ചയും കാര്യങ്ങളും. അപ്പം ഞാൻ വിചാരിച്ച് ഒന്ന് കണ്ടു കളയാം. എല്ലാ കാര്യവും ഇങ്ങനെയാണ്. ഇവിടുത്തെ ഉമ്മയുടെ പ്രതിഷേധം കാരണമാണ് നാട്ടുകാർ ബോധവൽക്കരിക്കപ്പെടുന്നത്. ഏത് സംഭവത്തെ പറ്റിയാലും, ഇവിടെ CA ആയാലും, പൗരത്വ ഭേദഗതി നിയമമായാലും, ആർട്ടിക്കിൾ 370 ആയാലും, ഈ മണിപ്പൂർ കലാപമായാലും, കർഷക സമരം ആയാലും, എന്തരായാലും ഇവന്മാരെ പ്രതിഷേധം കാരണമാണ് ആൾക്കാർ ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കണം. ഇരുന്നങ്ങ് തച്ചിന് അതിന് കൂട്ടി ഇവിടുത്തെ മാധ്യമ പ്രവർത്തനം അടുപ്പ് കൂട്ടിയിരുന്നങ്ങ് ചർച്ച, എന്തെങ്കിലും ചർച്ച ചെയ്യണ്ടേ? അതുകൊണ്ട് വന്നിരുന്ന ഇവന്മാരെയും വിളിച്ചിരുത്തി മണ്ടത്തരങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്ത് നാട്ടുകാരെ ബോധവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും നാൾ കാണാതിരുന്ന ഞാൻ ഈ കേരള സ്റ്റോറി കണ്ടത് എന്തുകൊണ്ടാണ്? ഇവന്മാരെ പ്രതിഷേധം കാരണമാണ്. ഇതെന്തരാണ് ഇതിനകത്ത് പ്രശ്നം എന്നറിയാൻ വേണ്ടി ഞാൻ കണ്ടു. ഒരു ഗുരുവില്ല. ഇത് ഇന്നത്തെ കാലത്ത് ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. എത്രയോ അനുഭവങ്ങൾ നമ്മുടെ വാർത്തകളായിട്ട് കണ്ടിരിക്കുന്നു. മതപരിവർത്തനവും അത് കഴിഞ്ഞ് ക്യാമ്പിൽ പോയിട്ട് തിരിച്ചു വന്നവർ പരിവർത്തനം നടത്തി തിരിച്ചു വന്ന് അമ്മമാരുടെ അടുത്ത് കട്ടിപ്പിടിച്ച് കരയുന്ന കുട്ടികളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? ഇതൊക്കെ ഇവിടെ നടക്കുന്നതാണ്. പല സാധനങ്ങളും റെക്കോർഡില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ചെറിയൊരു പ്രതിഷേധം വെച്ചാൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ മാത്രം നടക്കുന്ന സംഭവം എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഇവിടെ ഇന്ത്യ ഒട്ടാകെ നടക്കുന്നതാണ്. കേരളത്തിൽ കൂടുതൽ നടക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു സംഭവം വന്നത്. പല തെളിവുകളും കൊണ്ട് അതൊക്കെ മുക്കി വെച്ചിരിക്കുന്നു എന്നുമാണ്, കണക്കുകളുണ്ടെന്നാണ് പറയുന്നത്. അതൊക്കെ മുക്കി വെച്ചിരിക്കുന്നു എന്നാണ്, കാണാനില്ല എന്നാണ് പറയുന്നത്. പബ്ലിക് ഡൊമൈനിലൊന്നും കാണാനില്ല ഉണ്ടായിരുന്ന രേഖകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കാണാത്തവരുണ്ട് ഈ സിനിമ കാണണം. കാരണം ഇവന്മാർ ഇവിടെ കിടന്ന് പ്രതിഷേധിച്ച് നാട്ടുകാരെ ബോധവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ അതപ്പതനം ഉണ്ടായത്. കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അതിനെപ്പറ്റിയാണ് ഞാൻ പറയുന്നത്, മനസ്സിലായില്ലേ? ഇവന്മാർ ഇവിടെ കിടന്ന് കംപ്ലീറ്റ് പോക്കത്തിനെല്ലാം കാണിച്ചിട്ട് ഇവിടെ കിടന്ന ആൾക്കാരെ ബോധവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം. സിനിമയുടെ മേക്കിംഗ് എന്നുള്ള രീതി സംസാരിച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ട്. അത് നമ്മൾ കാണണ്ട. ഒരു ആശയം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ അവർ വിജയിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇവന്മാരിങ്ങനെ പ്രതിഷേധിച്ച് ഇനി ഇവിടെ ഇല്ലാതാവും എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതേ ഉള്ളത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണ്ടേ. ഇത് കാണണം കേട്ടോ. ഇവിടെ നടക്കാത്ത സംഭവങ്ങളൊന്നുമല്ല. ഈ സിനിമയെ തന്നെ അവർ അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ യഥാർത്ഥ 2 പാരൻസിനെ അതിൽ കാണിക്കുന്നുണ്ട്. അവർ പറയുന്നുണ്ട് ഇതൊക്കെ സത്യമാണ്, പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. നമ്മുടെ തലമുറയിൽപ്പെട്ട നമ്മുടെ മക്കൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരിക്കും. നമ്മളെ മക്കളെ ഇത് കാണിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് ഒരു മത വിഭാഗത്തെ മോശപ്പെടുത്താനല്ല, സമൂഹത്തിൽ നടക്കുന്നതാണ്, നമ്മളെ ഈ രാജ്യത്ത് ലോകത്ത് നടക്കുന്നതാണ്. അത് അറിയണവർ അറിഞ്ഞ് തന്നെ മുന്നോട്ട്. ചുമ്മാ പ്രതിഷേധിച്ചത് കാണിക്കാൻ പാടില്ലാത്തതാണ്. ഒന്നുമില്ല, കാണിക്കാൻ പാടില്ലാത്ത ഒന്നുമില്ല. ഇതൊക്കെ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി ജനങ്ങളും ഇവിടുത്തെ കുട്ടികളും കണ്ടിരിക്കേണ്ട ഒരു സംഭവം. പ്രായപൂർത്തിയായ മക്കളും കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ് കേരള സ്റ്റോറി. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണ്ടേ എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ.